അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നുസല്ലി വനസല്ലിമു അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി വസല്ലം. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ഇവിടെ ഗുരുതുല്യനായ അബ്ദുറഹ്മാൻ കണ്ടത്താണി പറഞ്ഞവസാനിപ്പിച്ചതിനേക്കാൾ കൂടുതലൊന്നും തിരൂരങ്ങാടിയുടെ ചരിത്രത്തെക്കുറിച്ച് ഇനി പറയുവാനില്ല. അത്രമേൽ ആഴത്തിൽ സരളമായി അദ്ദേഹം ഈ വിഷയം ഇവിടെ സമർപ്പിച്ചു കഴിഞ്ഞു. വർത്തമാനകാലത്ത് ജീവിക്കുന്ന നമ്മൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്താണോ അത് നമ്മൾ തിരിച്ചു പിടിക്കേണ്ടത് ചരിത്രത്തിൽ നിന്നാണ്. ഇന്ന് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണോ അത് തിരിച്ചു പിടിക്കേണ്ടത് ഇന്നലകളിൽ നിന്നാണ്. അത്തരമൊരു ബോധ്യത്തിൽ നിന്നായിരിക്കണം നമ്മുടെ ചരിത്ര വായനകൾ. ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയും പുതിയൊരു ചരിത്രം സൃഷ്ടിക്കുവാൻ മറന്നു പോവുകയും ചെയ്യുന്നവരാണ് നമ്മൾ. ഇനിയൊരു 100 കൊല്ലം കഴിഞ്ഞ് വരാനിരിക്കുന്ന ആളുകൾക്കും പറയാനുള്ളത് നമ്മളിപ്പോൾ പറയുന്ന ചരിത്രം തന്നെ ആകരുത്. അവർക്ക് പറയാനുണ്ടാകേണ്ടത് നമ്മൾ ജീവിക്കുന്ന കാലത്തെ ചരിത്രമാണ്. അതിന് അവർക്ക് പറയാൻ തക്ക വിധത്തിലുള്ള അധ്യായങ്ങൾ നമ്മൾ സൃഷ്ടിക്കണം. ഇല്ലെങ്കിൽ വരാനിരിക്കുന്ന കാലത്ത് ചരിത്രം എഴുതുന്നവർ നമ്മെ കുറ്റപ്പെടുത്തും. കുറേ അലസന്മാരും മടിയന്മാരും ജീവിച്ച കാലഘട്ടമായിരുന്നു എന്ന് നമ്മൾ ജീവിച്ച കാലഘട്ടത്തെക്കുറിച്ച് എഴുതാനിടവരാതിരിക്കുക എന്നതാണ് ഇന്നലകളെക്കുറിച്ചുള്ള പാഠങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഒരുപാട് മഹാരഥന്മാരായ മുൻഗാമികൾ ചവിട്ടിയ മണ്ണിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഓട്ടമത്സരത്തിന് നിൽക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? കുതിച്ചു പായാൻ നിൽക്കുന്ന ആളുകൾ ഒരു കാല് പിറകിലും ഒരു കാല് മുന്നിലാക്കിയിട്ടാണ് നിൽക്കുക. മുന്നിലേക്ക് ഓടാൻ നിൽക്കുന്ന ഒരാൾക്ക് എന്തിനാണ് പിറകിലേക്ക് കാല് വെച്ചിരിക്കുന്നത്? പിറകിലേക്ക് എത്ര തള്ളിയിട്ട് അവിടുന്ന് എത്ര ഊർജം അയാൾ ശേഖരിക്കുന്നുണ്ടോ അത്രയും ഊക്കിൽ അയാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതിനാണ് പിറകിലേക്കൊരു കാല് വെച്ചിരിക്കുന്നത്. പിറകിലേക്കുള്ള കാല് ചരിത്രത്തിലേക്കുള്ള കാലാണ്. പിറകിൽ നിന്നുള്ള ഊർജം ചരിത്രത്തിൽ നിന്നുള്ള ഊർജമാണ്. അങ്ങനെയാണെങ്കിൽ തിരൂരങ്ങാടിയെക്കുറിച്ച് പറയാൻ തുടങ്ങുമ്പോൾ അത് ഒരുപാട് ആളുകളിലേക്ക് വികസിക്കുന്ന ഒരു വടവൃക്ഷമാണ്. ഒരുപാട് ശാഖോപശാഖകളുള്ള മനോഹരമായൊരു വടവൃക്ഷത്തിൻ്റെ പേരാണ് തിരൂരങ്ങാടി. നിരവധി വടവൃക്ഷങ്ങളുടെ മണ്ണാണ് തിരൂരങ്ങാടിയുടെ മണ്ണ്. അങ്ങനെയെങ്കിൽ ആ ചരിത്രം ആരംഭിക്കേണ്ടത് സയ്യിദ് അലവി തങ്ങളിൽ നിന്നാണ്. സയ്യിദ് അലവി മൗലദ്ദവീല. എങ്ങനെയാണ് ആ ചരിത്രം പറഞ്ഞു തുടങ്ങേണ്ടത്? ആ ചരിത്രം ഉന്നതമായൊരു ചരിത്രമാണ്. ഒരു ചെറിയ ചരിത്രമല്ല. വായിക്കാനും അടച്ചു വെക്കാനുമുള്ള ചരിത്രമല്ല. വായിക്കാനും ആവർത്തിക്കുവാനുമുള്ള ചരിത്രമാണ്. വായിക്കാനും അടച്ചു വെക്കാനുമുള്ള ചരിത്രമല്ല, വായിക്കാനും ആവർത്തിക്കാനുമുള്ള ചരിത്രമാണ്. ഒരു മുജദ്ദിദായിരുന്നു എല്ലാ അർത്ഥത്തിലും സയ്യിദ് അലവി തങ്ങൾ. ഒരു നവോത്ഥാന നായകന് പറയപ്പെടുന്ന കുറെ ലക്ഷണങ്ങളുണ്ട്. ആർക്കെങ്കിലും ആരുടെയെങ്കിലും മേൽ ചാർത്താവുന്ന ഒന്നല്ല മുജദ്ദിദ് എന്ന വിശേഷണം.
നവോത്ഥാന നായകൻ എന്ന വിശേഷണം ആരുടെ മേലെങ്കിലും ചാർത്താവുന്ന ഒന്നല്ല. അതിനൊരുപാട് ലക്ഷണങ്ങളുണ്ട്, ഗുണഗണങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഗുണഗണങ്ങളുടെ എല്ലാം മനോഹരമായ സംഗ്രഹമായിരുന്നു സയ്യിദ് അലവി തങ്ങളുടെ ജീവിതം. അദ്ദേഹം ഈ നാട്ടുകാരനായിരുന്നില്ല, ഈ നാട്ടിലേക്ക് വന്ന ആളാണ്. 1753 യമനിലെ തെരീം എന്ന ഗ്രാമത്തിൽ ജനിച്ച ആളാണ് അദ്ദേഹം. വാപ്പ മരിച്ചുപോയി, ഉമ്മ മരിച്ചുപോയി. എല്ലാ അർത്ഥത്തിലും അനാഥനായിട്ട് വളർന്ന ഒരാളായിരുന്നു. ഉമ്മയുടെ അനുജത്തിയുടെ കൂടെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അപ്പോഴേക്ക് അദ്ദേഹം ഖുർആനൊക്കെ ഏകദേശം പഠിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ പ്രായമായപ്പോഴേക്ക് 17ാമത്തെ വയസ്സിലാണ് ഇങ്ങോട്ട് വരുന്നത്. കോഴിക്കോട്ടേക്കാണ് ആദ്യം വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു ഇവിടെ ഉണ്ടായിരുന്നു, തിരുരങ്ങാടിയിലുണ്ടായിരുന്നു, മമ്പുറത്ത്. അങ്ങനെ ആ ബന്ധു അദ്ദേഹത്തെ മമ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഈ നാട് അദ്ദേഹത്തിന് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം ഈ നാട്ടിൽ തന്നെ സ്ഥിര താമസക്കാരനാക്കി. അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവിൻ്റെ മകൾ ഫാത്തിമയെ അദ്ദേഹം വിവാഹം ചെയ്തു. അങ്ങനെ ഈ നാട്ടുകാരനായിട്ട് മാറുകയാണ്. ഈ നാടിൻ്റെ ഭാഷ പഠിക്കുന്നു. ഈ നാട്ടുകാർക്കെല്ലാം പ്രിയങ്കരനായി അദ്ദേഹം മാറുകയാണ്. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും. മൂന്നിയൂര് കളിയാട്ടക്കാവ് എന്നൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവത്തിൽ ഒരു പാട്ടുണ്ട്. ആ പാട്ടിൽ മമ്പുറം തങ്ങളെ പ്രകീർത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമില്ലാത്ത വിധം ഈ നാട്ടുകാരുടെ എല്ലാം പ്രിയങ്കരനായിരുന്നു മമ്പുറം തങ്ങൾ. അതാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത്. ഇന്ന് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണോ അത് നമ്മൾ തിരിച്ചു പിടിക്കേണ്ടത് ഇന്നലകളിൽ നിന്നാണ്. മമ്പുറം തങ്ങളുടെ വിശ്വസ്തനായ സേവകന്റെ പേര് കൊണ്ടോട്ടിയിലെ കോന്തുനായർ എന്നാണ്. കോന്തുനായരെയാണ് ഏറ്റവും വിശ്വസ്തനായി മമ്പുറം തങ്ങൾ സ്വീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു ചീഫ് ഓഫ് സെക്രട്ടറി എന്ന് പറയാം. അത്രയും വലിയ സ്ഥാനമാണ് കോന്തുനായർക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ നാട്ടിലെ എല്ലാവരുടെയും മധ്യസ്ഥനായിരുന്നു, എല്ലാവരുടെയും പ്രിയങ്കരനായിരുന്നു. ഈ നാട്ടുകാർ ഏതർത്ഥത്തിലും അദ്ദേഹത്തിൻ്റെ ജീവിതം മനോഹരമാക്കാൻ തയ്യാറായിരുന്നു. ഏത് തരത്തിലുള്ള സൗകര്യങ്ങളും അദ്ദേഹത്തിന് ലഭിക്കുമായിരുന്നു. 4 കെട്ടിലും 6 കെട്ടിലും താമസിക്കുന്ന പ്രഭുക്കൾ അന്ന് ഈ നാടിൻ്റെ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മമ്പുറം തങ്ങൾ താമസിച്ചത് ആ പുഴയോരത്ത് അദ്ദേഹം തന്നെ നിർമ്മിച്ച ഒരു ഓലപ്പുരയിലായിരുന്നു. ആ ഓലപ്പുര ഇന്നും അവിടെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ആ ഓലപ്പുരയിൽ താമസിച്ച് ഒരു നാടിൻ്റെ വിളക്കായി മാറുകയായിരുന്നു മമ്പുറം സയ്യിദ് അലവി തങ്ങൾ. അദ്ദേഹത്തിൻ്റെ പ്രിയങ്കരനായൊരു ശിഷ്യനുണ്ട്, അത് ഉമർ ഖാദിയാണ്. ഉമർ ഖാദി ശിഷ്യനാണ് എന്ന് ഉമർ ഖാദി പറയുന്നതാണ്. യഥാർത്ഥത്തിൽ മമ്പുറം തങ്ങളെക്കാളും പ്രായമുണ്ട് ഉമർ ഖാദിക്ക്, 10 വയസ്സ് അധികമാണ്. എന്നാൽ ഉമർ ഖാദി പറയാണ്, ഞാൻ മമ്പുറം തങ്ങളുടെ ശിഷ്യനാണ്. അത് ആ വ്യക്തിത്വത്തോടുള്ള ആദരവാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാവുക എന്ന ഒരു മഹത്വത്തിലേക്ക് ഉയരാനുള്ള ആഗ്രഹമാണ്. ഉമർ ഖാദിയുടെ സഹവാസത്തിൽ നിന്നാകാം ബ്രിട്ടീഷ് വിരുദ്ധമായ മനസ്സ് മമ്പുറം തങ്ങളിൽ ഊട്ടിയുറക്കപ്പെട്ടത്. ശക്തനായൊരു ബ്രിട്ടീഷ് വിരോധിയായി തീരുകയായിരുന്നു മമ്പുറം തങ്ങൾ. ബ്രിട്ടീഷുകാരുടെ കണ്ണിൽ വലിയൊരു കരടായി മാറുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലൂടെ, നാടുനീളെയുള്ള സഞ്ചാരങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വാഹനം തോണിയായിരുന്നു. ആ തോണി തുഴഞ്ഞ് ഓരോ നാടുകളിലേക്ക് പോവാണ്. നേരത്തെ ഇവിടെ പറയപ്പെട്ടതുപോലെ അദ്ദേഹത്തിന് ആ നാടുകളിലൊക്കെ വലിയ സ്വീകരണം ലഭിക്കുന്നു. പള്ളിയില്ലാത്ത സ്ഥലങ്ങളിൽ അദ്ദേഹം പള്ളി കയറ്റും. പിന്നെയോ തകർന്ന പള്ളികളുണ്ടെങ്കിൽ അദ്ദേഹം പുതുക്കി പണിത് കൊടുക്കും. എന്നിട്ട് ആ പള്ളിയിൽ നിയോഗിക്കുന്നവരായ ആളുകളുടെ മനസ്സിൽ കൃത്യമായ ബ്രിട്ടീഷ് വിരുദ്ധ മനസ്സ് അദ്ദേഹം സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യും. അങ്ങനെ പ്രഭാഷണങ്ങളിലൂടെ, ജുമുഅ ഖുതുബകളിലൂടെ, സഹവാസങ്ങളിലൂടെ, എഴുത്തിലൂടെ മമ്പുറം തങ്ങൾ ഈ നാടിൻ്റെ വിളക്കായി മാറുകയായിരുന്നു. അദ്ദേഹം മലയാളത്തിലായിരുന്നു ഖുതുബ നിർവഹിച്ചിരുന്നത്. മലയാളത്തിലെ ഖുതുബകളിലൂടെയാണ് സർക്കാർ വിരുദ്ധ, സ്റ്റേറ്റ് വിരുദ്ധ, ബ്രിട്ടീഷ് വിരുദ്ധ കാഴ്ചപ്പാടുകൾ ഈ നാട്ടിലുള്ളവരായ ആളുകളുടെ മനസ്സിൽ അദ്ദേഹം സൃഷ്ടിക്കുന്നത് എന്ന് ബ്രിട്ടീഷുകാർ തന്നെ പരസ്പരം എഴുതിയ കത്തിലുണ്ട്. ബ്രിട്ടീഷുകാർ തന്നെ പരസ്പരം എഴുതിയ കത്തിൽ അത് പറയുന്നുണ്ട്. നമ്മുടെ ഒരു കത്തിലും അത് കാണൂല. മമ്പുറം തങ്ങളുടെ മഹത്വവും പ്രകീർത്തനങ്ങളും പിൽക്കാലത്ത് പാടി നടന്നവരായ ആളുകൾ, മമ്പുറം തങ്ങളുടെ ചരിത്രം സംരക്ഷിക്കുന്നു എന്ന് പറയുന്നവരായ ആളുകളുടെ കൈകൊണ്ടാണ്
മമ്പുറന്തങ്ങൾ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം ഏതൊരു ആദർശത്തിന് വേണ്ടിയാണോ ജീവിച്ചത്? ഒരേ സമയം ഈ നാടിൻ്റെ സ്വാതന്ത്ര്യ സമരങ്ങളിൽ, വിമോചന പോരാട്ടങ്ങളിൽ മമ്പുറന്തങ്ങളുണ്ട്. അതേസമയം ഈ നാട്ടുകാരുടെ, മുസ്ലിങ്ങളായ ആളുകളുടെ മനസ്സിലുണ്ടായിരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, അതിൽ ഉച്ചനീചത്വങ്ങളുണ്ട്, അതിൽ അനാചാരങ്ങളുണ്ട്, അത്യാചാരങ്ങളുണ്ട്, അബദ്ധധാരണകൾ, വിശ്വാസങ്ങളൊക്കെ ഉണ്ട്. അതിനെതിരെ ഏറ്റവും വലിയ പോരാട്ടം നടത്തിയ ആളായിരുന്നു മമ്പുറന്തങ്ങൾ. ആ മമ്പുറന്തങ്ങളുടെ ചരിത്രവും അദ്ദേഹത്തിൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടും പിന്നീട് എന്തായിത്തീർന്നുവെന്ന് മാപ്പിള സാഹിത്യ പാരമ്പര്യം, മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യം എന്ന പുസ്തകത്തിൽ മർഹൂം CN അഹമ്മദ് മൗലവിയും മർഹൂം KK മുഹമ്മദ് അബ്ദുൽ കരീം സാഹിബും എഴുതിയ ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ പറയുന്നൊരു ഭാഗം വായിക്കാം. തങ്ങളുടെ ജാറത്തിങ്കൽ, ഖബറിങ്കൽ പതിവായി നടന്നു വരുന്ന ചില ആചാരങ്ങൾ കാണുമ്പോൾ ബഹുജനങ്ങൾ തങ്ങളെ തെറ്റിദ്ധരിക്കാനിടയുണ്ട്. വാസ്തവത്തിൽ അവയ്ക്കൊന്നും തങ്ങളല്ല ഉത്തരവാദി എന്ന് നമുക്ക് നന്നായി അറിയാം. തങ്ങളുടെ ചരിത്രം പുത്രൻ സയ്യിദ് ഫളൽ പൂക്കോയത്തങ്ങൾ മുതൽ പലരും എഴുതിയത് ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. മുൻതലമുറകൾ പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവയിൽ നിന്നെല്ലാം ഒരു യാഥാർത്ഥ്യം ഞങ്ങൾക്ക് തികച്ചും ബോധ്യമായി. ഉന്നത നിലവാരം പുലർത്തിക്കൊണ്ട് ജീവിച്ചിരുന്ന ഒരാദർശ പുരുഷൻ തന്നെയായിരുന്നു മമ്പുറം തങ്ങൾ. ഇസ്ലാമിക ആദർശം ബലികഴിച്ചുകൊണ്ടുള്ള ഒരു നടപടിയും അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം ഷെയ്ഖ് മുരീദ് പ്രസ്ഥാനം സംഘടിപ്പിക്കുകയോ ആണ്ടു നേർച്ചകൾ നടത്തുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഉത്കൃഷ്ട ജീവിതം ബഹുജനങ്ങളെ വളരെയധികം ആകർഷിച്ചു. അവരദ്ദേഹത്തെ ആദരിച്ചു. ഒടുവിൽ അത് വീരാരാധനയായി പരിണമിച്ചു. അത് മാത്രമാണ് ഉണ്ടായത്. ഈസാ നബിയെ ക്രിസ്ത്യാനികൾ ദൈവമാക്കി വെച്ച് പൂജിച്ചു എങ്കിൽ അദ്ദേഹം എന്താണ് ചെയ്യുക? ഇതേ പ്രകാരം മുഹയ്യിദ്ദീൻ ഷെയ്ഖിനെയും ഇമാം ഹുസൈനെയും മുസ്ലിം ബഹുജനങ്ങളിൽ ഒരു വലിയ വിഭാഗം ആരാധിക്കുക പോലും ചെയ്യുന്നുണ്ട്. പക്ഷെ ആ മഹാപുരുഷന്മാർ എന്തു ചെയ്യും? ഏതായാലും ഒരു കാര്യം ഇവിടെ ഉണർത്തേണ്ടത് അത്യാവശ്യമാണ്. ഞങ്ങളുടെ വീക്ഷണത്തിൽ ഈ വീരാരാധനകളും മറ്റും ഉടലെടുത്തതിന് ഒരു പരിധിവരെ എന്നെങ്കിലും പറയട്ടെ ഉത്തരവാദികൾ നമ്മുടെ പ്രബോധകന്മാരായിരുന്നു. അവർ ബഹുജനങ്ങൾക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത് നിർദ്ദയനും അശേഷം കരുണയില്ലാത്തവനും പാവപ്പെട്ടവരെ ഗൗനിക്കാത്തവനുമായിക്കൊണ്ടാണ്. അപ്പോൾ കൃപയും അലിവും സഹതാപവുമുള്ള കേന്ദ്രങ്ങളെ തേടിക്കൊണ്ട് പരിഭ്രാന്ത ചിത്തനും ദുഃഖിതനുമായ മനുഷ്യൻ നാലുപാടും ഓടുന്നത് സ്വാഭാവികമാണല്ലോ. അതാണ് മഹാത്മാക്കളെ ജനങ്ങൾ അഭയം പ്രാപിക്കുവാനും അവരോട് സഹായം തേടുവാനും മൂലകാരണം. തൗഹീദ് നാം ഊന്നിപ്പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് തൗഹീദ്? അസ്തിത്വത്തിൽ ഏകനാണെന്നത് മാത്രമാണോ? അല്ല. ദയാ, വാത്സല്യം, വിട്ടുവീഴ്ച, മാപ്പ്, വിഷമഘട്ടങ്ങളിൽ സഹായിക്കാനുള്ള സന്നദ്ധത, ഇവയിലെല്ലാം തന്നെ അള്ളാഹു നിസ്തുല്യനാണ്, ഏകനാണ്. ഈ വിഷയങ്ങളിലൊന്നും അവനെ കവച്ചു വെക്കാൻ ആരുമില്ല, ആർക്കും അതിന് കഴിയുകയുമില്ല. ഖുർആനും ഹദീസും നിരത്തിവെച്ചുകൊണ്ടിരിക്കുന്ന ഈ യാഥാർത്ഥ്യം ജനങ്ങളെ ശരിക്ക് ഇരുത്തിപ്പടിപ്പിക്കുന്ന പക്ഷം ഇവിടെ അനാചാരങ്ങൾ മാത്രമല്ല, നിരീശ്വരവാദം പോലും ഈ തോതിൽ വളരുകയില്ല. ഭാവിയിലെങ്കിലും നമ്മുടെ മതപ്രബോധകന്മാർ ഈ യാഥാർത്ഥ്യം ശ്രദ്ധിച്ചുവെങ്കിൽ. ആ പുസ്തകത്തിലെ 179, 180 പേജുകളാണ്. വിശദീകരണങ്ങൾ ആവശ്യമില്ലാത്ത വിധം ആ മഹാന്മാരായ 2 പണ്ഡിതന്മാർ അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അജ്മീറിൽ ഷെയ്ഖ് മുഹൈനുദ്ദീൻ ചിസ്തിക്ക് സംഭവിച്ചത് 1236 അദ്ദേഹം മരിക്കുന്നത്. ഡൽഹിയിലെ ഹസ്രത്ത് നിസാമുദ്ദീനെ സംഭവിച്ചത് 1325 അദ്ദേഹം മരിക്കുന്നത്. ഇവരൊക്കെ വലിയ ആദർശവാദികളായ ആളുകളായിരുന്നു. ഇന്ന് പറയപ്പെടുന്നത് പോലെയുള്ള ജീവിതം നയിച്ചവരായ ആളുകളായിരുന്നില്ല. അവരെക്കുറിച്ച് പിന്നീടുണ്ടായ പാട്ടുകൾ, മൗലിദുകൾ, അവരെക്കുറിച്ചുള്ള പ്രകീർത്തന കാവ്യങ്ങൾ, അതില് വീരാരാധനയുടെ അംശങ്ങൾ കടന്നു വന്നു. വീരാരാധനയുടെ അംശങ്ങൾ കടന്നു വരികയും ആ മഹാരഥന്മാരുടെ ചരിത്രം മറ്റൊന്നായി ചിത്രീകരിക്കപ്പെടുകയും ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഉമർ ഖാലിയെ കുറിച്ച്. ഉമർ ഖാലി തികഞ്ഞ ഒരു ആദർശവാദിയായ ആളായിരുന്നു. ആ ആദർശമാണ് രാജ്യത്തിന് വേണ്ടിയുള്ള പോരാട്ട ഭൂമിയിലേക്ക് അവരെ വലിച്ചു കൊണ്ടുവന്നത്. ആ ആദർശം തന്നെയായിരുന്നു ഈ രാജ്യത്തിന് വേണ്ടി പോരാടേണ്ടവരാണ് ഞങ്ങളെന്ന ബോധം അവരുടെ മനസ്സിൽ ഉണ്ടാക്കി തീർത്തത്. ആദർശമായിരുന്നു അടിത്തറ.
ആ ആദർശത്തിനൊരു പോറലേൽക്കുന്നത് അവർക്ക് സഹിക്കുകയുമില്ലായിരുന്നു. അതുകൊണ്ടാണ് മമ്പുറം തങ്ങളെ കുറിച്ച് ഒരുപാട് മൗലിദുകളുണ്ട്, ഒരുപാട് കീർത്തന കാവ്യങ്ങളുണ്ട്. ചെമ്മാട് ദാറുൽ ഹുദ അക്കാദമിയിൽ നിന്ന് 2 വിദ്യാർത്ഥികൾ എഴുതിയിട്ടുള്ള മമ്പുറം തങ്ങളുടെ ഒരു ചരിത്ര പുസ്തകമുണ്ട്. മനോഹരമായൊരു പുസ്തകമാണ്, പറ്റുമെങ്കിൽ വായിക്കേണ്ട പുസ്തകമാണ്. അതിൽ ചില വെച്ചു ചേർക്കലുകൾ ഉണ്ടാവാം, അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നതുമാണ്. പക്ഷെ അവർ അറിഞ്ഞോ അറിയാതെയോ ഒരു കാര്യം അതിൽ സംഭവിച്ചിട്ടുണ്ട്. അതെന്താണ്? അത് ഉമർ ഖാളി മമ്പുറം തങ്ങളെ കുറിച്ച് എഴുതിയിട്ടുള്ള ഒരു കാവ്യം അതിലുണ്ട്. ആ കാവ്യം ഒരു പ്രാവശ്യം വായിച്ചവർക്കറിയാം എന്തായിരുന്നു മമ്പുറം തങ്ങളുടെ ജീവിതമെന്ന്. അതിൻ്റെ ചില വചനങ്ങളില്ല, ഒരു ഭാഗം, അതിൻ്റെ അർത്ഥം മാത്രം വായിക്കാം. അള്ളാഹുവാണ് സത്യം. ഇത് വായിക്കുമ്പോൾ സമീപകാലത്ത് മമ്പുറം തങ്ങളെ കുറിച്ച് പ്രചരിക്കപ്പെട്ട ചിത്രവും ആ കാലത്ത് പാടിപ്പറയപ്പെട്ടിട്ടുള്ള മമ്പുറം തങ്ങളെ കുറിച്ചുള്ള വീരാരാധനാതുല്യമായ പ്രകീർത്തന കാവ്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാവണം. അത്തരമൊരു സാഹചര്യത്തിലാണ് ഉമർ ഖാളി ഇത് പറയുന്നത്. ഉമർ ഖാളി ആരാണ്? ഖബറാരാധനയുള്ള പള്ളിയിൽ നിസ്കരിക്കുകയില്ല എന്ന് പറഞ്ഞ് തൊട്ടപ്പുറത്ത് ഒരു ഷെഡ് കെട്ടിയിട്ട് അവിടെ നിസ്കരിച്ചിരുന്ന ആളാണ് ഉമർ ഖാളി. അത്രമേൽ ഉന്നതമായ ഒരു ആദർശനിഷ്ഠ പുലർത്തിയിരുന്ന ഉമർ ഖാളിയാണ് മമ്പുറം തങ്ങളെ കുറിച്ച് പറയുന്നത്. അള്ളാഹുവാണ് സത്യം. ശരിയായ വിശ്വാസങ്ങളിലും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നതിലും എല്ലാവരേക്കാൾ ഉയരത്തിലായിരുന്നു മമ്പുറം തങ്ങൾ. ജീവിതകാലത്തും മരണാനന്തരവും യാതൊരു ഗുണവും ദോഷവും ഉപകാരവും ഉപദ്രവവും എന്റെ നാഥനായ അള്ളാഹുവിങ്കൽ നിന്നല്ലാതെ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ഉന്നതനായ അള്ളാഹുവിങ്കൽ നിന്നല്ലാതെ നന്മയും തിന്മയും ഉപകാരവും ഉപദ്രവവും ഒരിക്കലും നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ജീവിതം ആത്മീയത പോരാട്ടം മമ്പുറം തങ്ങളെ കുറിച്ചുള്ള പുസ്തകമാണ്. ആ പുസ്തകത്തിൽ 633 പേജിലുള്ള ഒരു ഭാഗമാണ്. വലിയ കട്ടിയുള്ള പുസ്തകമായതുകൊണ്ട് അതുകൊണ്ട് കൊണ്ടുവന്നിട്ടില്ല. അത് ഇങ്ങനെ ഉയർത്തി കാണിച്ചു പറയേണ്ടതാണ്. ഏതൊരു അടിമണ്ണിലാണോ മമ്പുറം തങ്ങളെ കുറിച്ചുള്ള പ്രകീർത്തന കാവ്യങ്ങൾ എന്ന് പറയപ്പെടുന്ന വീരാരാധനാതുല്യമായ പ്രകീർത്തന കാവ്യങ്ങൾ ഇന്ന് പ്രചരിപ്പിക്കപ്പെടുന്നത്, ആ കീർത്തന കാവ്യങ്ങൾ നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. അതിലൊക്കെ മമ്പുറം തങ്ങളെ കുറിച്ച് പറയുന്നത്, സഹായം ചോദിക്കുന്നത്, അദ്ദേഹത്തെ പ്രവാചക തുല്യമോ ദൈവതുല്യമോ ആയ ഒരവസ്ഥയിലേക്ക് ഉയർത്തുന്നത് ഒക്കെ ഏതൊരു കാലത്തും ഏതൊരു നാട്ടിലുമാണോ അതേ നാട്ടിൽ നിന്ന് ഉമർ ഖാളി പാടിയതാണ് മമ്പുറം തങ്ങളെ കുറിച്ച്. ഇത് പറയുന്നതിന് പ്രത്യേകമായൊരു പശ്ചാത്തലമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പറയാനുള്ള തുടക്കം അതായിരുന്നു. മമ്പുറം തങ്ങളെ കുറിച്ചുള്ള ഒരു ചരിത്രാവലോകനം ഈ നാട്ടിലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് പറയേണ്ടതും കേൾക്കേണ്ടതുമാണ്. അതിന് വിഭാഗീയതയുടെ ഒരു മതിൽക്കെട്ടിന്റെ ആവശ്യമില്ല. കാരണം മമ്പുറം തങ്ങൾക്ക് അതില്ലായിരുന്നു. എല്ലാവരുടെയും നേതാവായിരുന്നു, എല്ലാവരുടെയും സയ്യിദായിരുന്നു, എല്ലാവരുടെയും മധ്യസ്ഥനായിരുന്നു, എല്ലാവരുടെയും പ്രിയങ്കരനായിരുന്നു. ശരി, മമ്പുറം തങ്ങളുടെ ഒരു മകനുണ്ട്. മമ്പുറം തങ്ങൾ മരിക്കുന്നത് 1844 അന്ന് അദ്ദേഹത്തിന്റെ മകന് പ്രായം 20 വയസ്സാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേര് സയ്യിദ് ഫദൽ പൂക്കോയ തങ്ങളാണ്. ആ ചരിത്രം ഏറെക്കൂടെ ഇവിടെ പറയപ്പെട്ടതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. പക്ഷെ ആരായിരുന്നു സയ്യിദ് ഫദൽ പൂക്കോയ തങ്ങൾ എന്ന് പഠിക്കപ്പെടേണ്ടതുണ്ട്, വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ നാട്ടിൽ നിന്ന് നാട് കടത്തപ്പെട്ട ആളാണ് അദ്ദേഹം. ചെറിയ പ്രായത്തിൽ 20 മാത്രമുള്ള പ്രായം, 27 അതിൽ താഴെയോ വയസ്സ് മാത്രം പ്രായമുള്ള സമയത്താണ് അദ്ദേഹത്തെ ഈ നാട്ടിൽ നിന്ന് നാട് കടത്തുന്നത്. 8000-ഓളം ആളുകൾ അദ്ദേഹത്തെ കപ്പലിൽ കയറ്റിവിടുന്നത് കാണാൻ ഉണ്ടായിരുന്നു. അവിടെ നാട് കടത്താണ്, ഹജ്ജിനാണെന്ന് പറഞ്ഞിട്ട് പോയതാണ്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് തിരിച്ചു വരാൻ പറ്റുന്നില്ല. നാട് കടത്തപ്പെട്ടതാണ് എന്ന് അദ്ദേഹം അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത്, മക്കയിലെത്തിയപ്പോഴാണ് അറിയുന്നത്. വലിയ പ്രശ്നമായി ഈ നാട്ടില്. 1857 3 വർഷം കഴിഞ്ഞതിന് ശേഷം കോഴിക്കോട് കലക്ടറേറ്റിലേക്ക് ആളുകൾ കയറി ചെന്നു. കനോലി സാഹിബിനെ വെട്ടിക്കൊന്നു ഇവിടെയുള്ള ആളുകൾ, മുസ്ലിങ്ങൾ. കാരണം അവർക്ക് സഹിക്കാൻ പറ്റുന്നൊന്നായിരുന്നില്ല. മമ്പുറം തങ്ങളുടെ കുടുംബത്തെ, അവസാനത്തെ കുട്ടിയെ അടക്കം ഈ നാട്ടിൽ നിന്ന് നാട് കടത്തുക എന്നത് ഇവിടെയുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കാൻ പോലും കഴിയാത്തതാണ്. ഇന്ന് വരും നാളെ വരും എന്ന് പ്രതീക്ഷിച്ചവർ കാത്തിരുന്ന സയ്യിദ് ഫദൽ പൂക്കോയ തങ്ങൾക്ക് ഈ നാട്ടിലേക്ക് ഇനി വരാൻ കഴിയില്ല. ഇതറിയുന്ന മുസ്ലിങ്ങളുടെ ഒരു മാനസികാവസ്ഥ ആലോചിച്ചു നിങ്ങൾ. അവര് സാഹിബിനെ വെട്ടിക്കൊന്നു. അതൊക്കെ ഓരോ കാലത്തിന്റെ ശരികളാണ്. പിന്നീട് അത് ആലോചിക്കുമ്പോൾ അതിൽ ശരി തെറ്റുകൾ ഉണ്ടാവാം. ഒരു കാലത്തിന്, ഒരു നാടിന്, ഒരു നേരത്തിന് ചില ശരികളുണ്ട്.
അങ്ങനെയാണെങ്കിൽ അവര് കനോലി സാഹിബിനെ വെട്ടിക്കൊന്നു. അതുകൊണ്ട് വല്ല ചരിത്രത്തിൽ വല്ല മാറ്റവും സംഭവിച്ചോ? ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അത് വേറൊരു കാര്യം. തൊടുപുഴയില് ജോസഫ് മാഷിന്റെ കൈവെട്ടിയതിനു ശേഷം മൂവാറ്റുപുഴയിൽ ഇസ്ലാം വളർന്നിട്ടില്ലല്ലോ. അതൊക്കെ ഒരു പ്രതിവിധിയാണോ എന്ന് ചോദിച്ചാൽ അതിന് മറ്റു വായനകൾ ഉണ്ടാവാം. പക്ഷേ മുസ്ലിങ്ങളിൽ അവരുടെ മനസ്സിനേറ്റ വലിയൊരു മുറിവിന്റെ ആഘാതം കൊണ്ട് അവരങ്ങനെ ചെയ്തു. ഇതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. തിരുവനന്തപുരത്തിനടുത്ത ഒരു പ്രദേശത്തു നിന്ന് കണ്ണൂരിലേക്ക് നാടുകടത്തപ്പെട്ട ഒരാളുണ്ട്. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. നമുക്കൊക്കെ അറിയാം ആ പേര്. നമ്മുടെയൊക്കെ പാഠപുസ്തകങ്ങളിലുണ്ട് ആ പേര്. ആ പേര് പരാമർശിക്കപ്പെടേണ്ടതുമാണ്. അതിന് അദ്ദേഹം അർഹനാണ്. 3-4 പത്രങ്ങളിലാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ആ പത്രങ്ങളിൽ നിന്നെല്ലാം അദ്ദേഹത്തെ പുറത്താക്കാനുള്ള കാരണം സർക്കാരിനെ വിമർശിച്ചു എന്നുള്ളതുകൊണ്ട്, ബ്രിട്ടീഷുകാരെ വിമർശിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അത്രമേൽ ബ്രിട്ടീഷ് വിരുദ്ധനായിരുന്നു രാമകൃഷ്ണ പിള്ള. ശരി, അദ്ദേഹത്തെ നാടുകടത്തിയത് എങ്ങോട്ടാണ്? കണ്ണൂരിലേക്കാണ്. കണ്ണൂർ എന്ന് പറഞ്ഞാൽ മറ്റൊരു രാജ്യമാണെന്ന്, നാട്ടുരാജ്യങ്ങളാണല്ലോ. തിരുവിതാംകൂറിൽ നിന്ന് കണ്ണൂരിലേക്ക് നാടുകടത്തുക എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് നാടുകടത്തുക എന്നാണ്. പക്ഷേ ആ ചരിത്രം നമ്മുടെ പാഠപുസ്തകങ്ങളിലെല്ലാം ഉണ്ട്. എന്നാൽ തിരൂരങ്ങാടിയിൽ നിന്ന് തുർക്കിയിലേക്ക് നാടുകടത്തപ്പെട്ട, ഹജ്ജിനെന്ന പേരിൽ ഈ നാട്ടിൽ നിന്ന് അകറ്റപ്പെട്ട അവസാനത്തെ കുട്ടിയെ അടക്കം ഇങ്ങോട്ടൊരു മടങ്ങി വരവ് സാധിക്കാത്ത വിധം ഒരു ആക്ട് പ്രകാരം ഈ നാട്ടിൽ നിന്ന് നാടുകടത്തപ്പെട്ട സയ്യിദ് ഫദൽ പൂക്കോയത്തങ്ങളെ നമ്മൾക്കാർക്കും പരിചയമില്ല, നമ്മളാരും കേട്ടിട്ടില്ല, നമ്മുടെ മക്കളൊന്നും പഠിക്കുന്നില്ല. എന്തേ സംഭവിച്ചത്? മനഃപൂർവ്വമുള്ള ഒരു മറവിയായിരുന്നു അത്. ചരിത്രത്തിന് ഇങ്ങനെയില്ല ചില ക്രൂരതകളുണ്ട്, ചില കറുത്ത ഫലിതങ്ങളുണ്ട് ചരിത്രത്തിൽ. ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടേണ്ടതായ പേരുകളിൽ ഒന്നായിരുന്നു. മുസ്ലിം നവോത്ഥാന ചരിത്രം എഴുതുമ്പോൾ പോലും, പറയുമ്പോൾ പോലും നമ്മൾ തുടങ്ങാറുള്ളത് എവിടെ നിന്നാണ്? നമ്മൾ 1912 മരിച്ചുപോയ മഹാനായ മക്തിത്തങ്ങളിൽ നിന്നാണ് ചരിത്രം തുടങ്ങുക. അവിടുന്ന് തുടങ്ങിയാൽ മതിയോ? അവിടുന്ന് തുടങ്ങിയാൽ പോരാ. 1844 മരണപ്പെട്ടു പോയ സയ്യിദ് അലവിത്തങ്ങളിൽ നിന്ന് ചരിത്രം തുടങ്ങണം. കാരണം അവരൊക്കെ ഉയർത്തിയൊരു വെളിച്ചമുണ്ട്. ഒരു സമാധാന കാലത്ത് ജീവിച്ച ആളായിരുന്നില്ല മമ്പുറം സയ്യിദ് അലവിത്തങ്ങളും ഫദൽ തങ്ങളും. നിഷ്ഠൂരമായ പീഡനങ്ങളും അധികാരികൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നടപ്പാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുള്ള കാലത്ത്, എന്തും നഷ്ടപ്പെടാവുന്ന ഒരു കാലത്ത്, ഏത് തരത്തിലുള്ള അംഗീകാരങ്ങളും തേടി വരാവുന്ന ഒരു കാലത്ത് അതൊന്നും വേണ്ടെന്ന് വെച്ച് സമരഭൂമിയിലേക്ക് ഇറങ്ങുക എന്നത് ഒരു ചെറിയ കാര്യമല്ല. പറയാനും പ്രഭാഷണം നടത്തുവാനും എളുപ്പമാണ്, ആ ചരിത്രത്തെ വായിച്ചു പോകാൻ എളുപ്പമാണ്, ആവേശം കൊള്ളുവാനും എളുപ്പമാണ്. പക്ഷേ അവരൊക്കെ നിർവഹിച്ച ഒരു ദൗത്യമുണ്ടല്ലോ, ആ ദൗത്യം നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയൂല. അത്രമേൽ ഉന്നതമായ ഒരു ജീവിതരേഖയാണ് മമ്പുറം തങ്ങന്മാരുടെ ജീവിതരേഖ എന്ന് പറയുന്നത്. എന്തെല്ലാം അംഗീകാരങ്ങൾ തേടി വരാമായിരുന്നു. ഖാൻ ബഹദൂറും അതുപോലെയുള്ള പട്ടങ്ങളും സ്വീകരിച്ച് ബ്രിട്ടീഷുകാരന്റെ ഏറാൻമൂളികളായി, ബ്രിട്ടീഷുകാരുടെ ഓശാനക്കാരും ഒത്താശക്കാരുമായി ഇവിടെ കുറെ ആളുകൾ നടന്നിരുന്നു. ആ കൂട്ടത്തിൽ ഒരാളായി മാറാമായിരുന്നു സയ്യിദ് അലവിത്തങ്ങൾക്കും ഫദൽ തങ്ങൾക്കും. എത്ര എളുപ്പമായിരുന്നു! ലാളിത്യമായിരുന്നു ജീവിതത്തിന്റെ ഏറ്റവും പ്രധാന സൂത്രമായി അവർ സ്വീകരിച്ചിരുന്നത്. നമ്മുടെ മനസ്സിൽ തൊട്ട, നമ്മുടെ ചങ്കിൽ തൊട്ട ഏതൊരു മനുഷ്യന്റെയും ജീവിതം ലാളിത്യമുള്ളതായിരിക്കും. മമ്പുറം തങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തനല്ല. ലളിതം എന്നതിന് സുന്ദരം എന്നൊരു പദം കൂടിയുണ്ട്